പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ കൊടിയിറങ്ങും. കലാശക്കൊട്ടിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാത്രി വൈകിയും പ്രചാരണ പരിപാടികൾ തുടരുകയാണ്. മുന്നണികൾ അവസാന ലാപ്പിൽ BJP പാളയം വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന സന്ദീപ് വാര്യരെ ചുറ്റിപ്പറ്റിയാണ് ഏറ്റവും ഒടുവിലായി ചർച്ചകൾ പ്രചാരണമൊക്കെ കേന്ദ്രീകരിക്കുന്നത്. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ട പ്രദർശനത്തിലാണ് സ്ഥാനാർത്ഥികൾ. പാലക്കാട്ട് നിന്ന് വിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, ഇന്ന് രാത്രി വൈകിയുമൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ മുന്നണികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ, ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലും നമ്മൾ കണ്ടിരുന്നതാണ്. എന്താണ് നാളത്തെ കൊട്ടിക്കലാശത്തിന് മുന്നണികൾ ഒരുക്കി വയ്ക്കുന്നത്? വിപിൻ സി വിജയൻ. കലാശക്കൊട്ടിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഒരു തവണ കൂടി ഓരോ വോട്ടും ഉറപ്പിക്കുന്നതിനുള്ള ഓട്ടപ്രദക്ഷിണത്തിലാണ് മൂന്ന് മുന്നണികളും ഉള്ളത്. അക്ഷരാർത്ഥത്തിൽ ഒരു മാസം നീണ്ട ത്രികോണ പോരാട്ടം എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ മാത്തൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചായിരുന്നു UDFന്റെ പ്രധാനമായും പ്രചാരണമുണ്ടായത്. രാവിലെയൊക്കെ വീടുകൾ കയറി വോട്ടഭ്യർത്ഥിക്കലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമായപ്പോഴേക്കും പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ സജീവമായി. KC വേണുഗോപാൽ എത്തുന്നു, VD സതീശൻ എത്തുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ പ്രചാരണ പരിപാടികളും പൊതുസമ്മേളനങ്ങളുമായിരുന്നു ഇന്ന് നടന്നത്. ഇപ്പോൾ കണ്ണാടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചായിരുന്നു VD സതീശന്റെ ഇന്നത്തെ പ്രസംഗവും ഉണ്ടായിരുന്നത്. അതിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തു. ഒപ്പം തന്നെ രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ നേതാക്കൾ പല ഭാഗങ്ങളിലായി കേന്ദ്രീകരിച്ചായിരുന്നു UDFന്റെ ഇന്നത്തെ പ്രചാരണം ഉണ്ടായിരുന്നത്. LDFനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ അവരുടെ ഒരു പ്രചാരണ തന്ത്രമായി തന്നെ എടുത്തത്. കാരണം ഇന്നലെയും ഇന്നുമായി 6 സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിച്ചു. മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും BJPയും ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം എല്ലാം തന്നെ ഉണ്ടായത്. ഇന്നിപ്പോൾ ഒലവക്കോടും കൊട്ടമേദല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു. ആ ഒരു ആവേശത്തിലാണ് LDF ക്യാമ്പ് പൊതുവെ ഉള്ളത്. ഒപ്പം തന്നെ ഇന്ന് നൈറ്റ് റാലി ഡോക്ടർ P സരിന് വേണ്ടി LDF നടത്തുകയും ചെയ്തു. അത് കോട്ട മൈതാനത്ത് നിന്നാണ് ആ റാലി ആരംഭിക്കുകയും ചെയ്തത്. BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം അവരും വെച്ചു പുലർത്തുന്നുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി പിരായിരി പഞ്ചായത്തിൽ നിന്ന് ഒരു കൂറ്റൻ ബൈക്ക് റാലിയാണ് BJP നടത്തിയത്. അത് പിരായിരി പഞ്ചായത്തിൽ നിന്ന് കണ്ണാടി പഞ്ചായത്ത് വരെ നീളുന്ന വലിയ ഒരു റൂട്ടിൽ തന്നെയുള്ള ബൈക്ക് റാലിയായിരുന്നു BJP സംബന്ധിച്ചുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഞായറാഴ്ചയായതിനാൽ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ചു കൂടിയുള്ള ഒരു വോട്ടഭ്യർത്ഥന C കൃഷ്ണകുമാറും നടത്തി. ഇങ്ങനെ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്ന് പറയാവുന്ന സ്ഥിതിയിൽ നിന്നാണ് നാളെ കൊട്ടിക്കലാശത്തിലേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പോകുന്നത്. അത് ഇപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരിക്കും മൂന്ന് മുന്നണികൾക്കും ഓരോ സ്ഥലങ്ങൾ പ്രത്യേകം നൽകിക്കൊണ്ടുള്ള വലിയ കൂറ്റൻ ഒരു കൊട്ടിക്കലാശം തന്നെയാണ് നാളെ ഉണ്ടാവുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്.